ഹായ് ഫ്രണ്ട്സ്, NSN സയൻസ് വേൾഡിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് അടുത്ത ഫംഗ്ഷണൽ ഗ്രൂപ്പായ ഹാലോ ഗ്രൂപ്പാണ്. ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഹാലോ ഗ്രൂപ്പ്. ഹാലജൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, 17ാം ഗ്രൂപ്പ് എലമെന്റ്സിനെയാണ്, 17ാം ഗ്രൂപ്പ് മൂലകങ്ങളെയാണ് ഹാലജനുകൾ എന്ന് പറയുന്നത്. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, ഇത്രയും ഹാലജൻസ് നമ്മുടെ ഹൈഡ്രോ കാർബണിലേക്ക് വന്നു ചേരുന്നതാണ്. അതിനെപ്പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ the compounds formed when one or more hydrogen atoms in a compound or hydrocarbon is replaced with an equal number of halogen atoms are called halo compounds. ഒരു ഹൈഡ്രോകാർബണിൽ നിന്നും ഒന്നോ രണ്ടോ ഹൈഡ്രജൻ മാറി ആ സ്ഥാനത്തേക്ക് ഒരു ഹാലജൻ വന്നു ചേരുമ്പോൾ അതിനെ നമ്മൾ ഹാലോ കോമ്പൗണ്ട്സ് എന്ന് പറയും. ഇനി ഹാലോ കോമ്പൗണ്ട്സിനെ എങ്ങനെയാണ് IUPAC നെയിം ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യത്തെ കോമ്പൗണ്ട് CH3 CH2 CH2 Cl. ഇവിടെ പ്രൊപ്പൈൻ ആയിരുന്നു, പ്രൊപ്പൈനിൽ നിന്ന് ഒരു ഹൈഡ്രജൻ മാറി ആ സ്ഥാനത്ത് ക്ലോറിൻ വന്നിരിക്കുന്നു. അപ്പൊ ഇങ്ങനെ ഒരു കോമ്പൗണ്ട് നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ അതിനെ IUPAC നെയിം ചെയ്യാനുള്ള ഒരു ഇക്വേഷൻ ഇവിടെ തന്നിട്ടുണ്ട്. ഹാലോ ഗ്രൂപ്പിന്റെ സ്ഥാനം പ്ലസ് ഹൈഫൻ ഇടുക, പ്ലസ് ഹാലോ ഗ്രൂപ്പിന്റെ പേര് പ്ലസ് ആൽക്കെയിനിന്റെ പേര്. പൊസിഷൻ ഓഫ് ഹാലോ ഗ്രൂപ്പ് പ്ലസ് ഹൈഫൻ പ്ലസ് നെയിം ഓഫ് ഹാലോ ഗ്രൂപ്പ് പ്ലസ് നെയിം ഓഫ് ആൽക്കെയിൻ. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, നേരത്തെ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ ഹാലജൻ വരുന്ന കാർബണിന് ലീസ്റ്റ് നമ്പർ വരത്തക്ക വണ്ണം നമ്പർ ചെയ്തു. അപ്പോൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് നമ്പർ ചെയ്തു 1 2 3. അപ്പൊ 3 കാർബൺ വരുന്ന ആൽക്കെയിൻ നമുക്കറിയാം പ്രൊപ്പൈൻ ആണെന്ന് അറിയാം. അതുപോലെ തന്നെ ക്ലോറിൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ഫസ്റ്റ് കാർബണുമാണ്, ലീസ്റ്റ് നമ്പറുള്ള കാർബണുമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ അനുസരിച്ചിട്ട് പേര് കൊടുക്കാം. പൊസിഷൻ ഓഫ് ഹാലോ ഗ്രൂപ്പ്, ഹാലോ ഗ്രൂപ്പിന്റെ സ്ഥാനം എത്രയാണ്? ക്ലോറിൻ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് 1ലാണ്, ഫസ്റ്റ് കാർബണിൽ. അപ്പോൾ 1 ഹൈഫൻ ഇട്ടു പ്ലസ് ഹാലോ ഗ്രൂപ്പിന്റെ പേര്, നെയിം ഓഫ് ഹാലോ ഗ്രൂപ്പ് എന്താണ്? ക്ലോറിൻ. അപ്പൊ ക്ലോറിൻ വന്നാലും ഫ്ലൂറിൻ വന്നാലും ബ്രോമിൻ വന്നാലും അയഡിൻ വന്നാലും ഹാലോ എന്ന് ചേർത്ത് പറയണം. അതായത് ഫ്ലൂറോ, ക്ലോറോ, ബ്രോമോ, അയഡോ എന്ന് ചേർത്താണ് പറയേണ്ടത്. അപ്പൊ ക്ലോറിൻ വരികയാണെങ്കിൽ 1 ഹൈഫൻ ക്ലോറോ എന്ന് എഴുതിയിട്ട് പിന്നെ എന്താണ്? ആൽക്കെയിനിന്റെ പേര്, നെയിം ഓഫ് ആൽക്കെയിൻ. ആൽക്കെയിൻ ഇവിടെ ഏതാണ്? 3 കാർബൺ ആൽക്കെയിന് പ്രൊപ്പൈൻ ആണ്. അപ്പോൾ IUPAC നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട് ഈസ് 1 ക്ലോറോ പ്രൊപ്പൈൻ. 1 ക്ലോറോ പ്രൊപ്പൈൻ. അടുത്ത കോമ്പൗണ്ട് നോക്കിയേ, CH3 CH2 C. മുകളിലേക്കും താഴേക്കും ബ്രോമിൻ ഉണ്ട്, അടുത്തതിൽ CH3. അപ്പോൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് വരികയാണെങ്കിൽ 3ാമത്തെ കാർബണിലായിരിക്കും ബ്രോമിൻ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. എന്നാൽ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ആകുമ്പോൾ സെക്കൻഡ് കാർബണിലാണ്. അപ്പൊ സെക്കൻഡ് കാർബണിൽ 2 ബ്രോമിൻ ഉണ്ട്, 2 ഹൈഡ്രജൻ ആറ്റം മാറ്റിയിട്ട് അവിടെ 2 സ്ഥാനത്ത് ബ്രോമിൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ എങ്ങനെയാണ് നെയിം ചെയ്യുന്നത് നോക്കാം. ആദ്യം പൊസിഷൻ ഓഫ് എന്താണ്? ഹാലോ ഗ്രൂപ്പ് ആണ്. ഹാലജിന്റെ അതായത് ബ്രോമിന്റെ പൊസിഷൻ പറയണം. അപ്പൊ ഒരു ബ്രോമിന്റെ പൊസിഷൻ 2 എന്ന് പറഞ്ഞാൽ പിന്നെ കോമ ഇട്ടിട്ട് വേണം അടുത്ത ബ്രോമിന്റെ ആ പൊസിഷൻ തന്നെ വീണ്ടും എഴുതണം. അപ്പൊ അതങ്ങനെ വരുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പൊ 2,2. അപ്പൊ 2 എണ്ണം അല്ലെ, ഈ ബ്രോമിന്റെ സ്ഥാനം 2, അടുത്ത ബ്രോമിന്റെ സ്ഥാനം 2, വീണ്ടും ഹൈഫൻ ഇടുക. അതിനുശേഷം നെയിം ഓഫ് ഹാലോ ഗ്രൂപ്പ്. ഹാലോ ഗ്രൂപ്പ് ബ്രോമിൻ ആണ്. ഇവിടെ എത്ര ബ്രോമിൻ ഉണ്ട്? 2 ബ്രോമിൻ ഉണ്ട്. അതുകൊണ്ട് ഡൈ ബ്രോമോ എന്ന് ചേർക്കണം. ഡൈ ബ്രോമോ. ഇനി ആൽക്കെയിനിന്റെ പേര് ഏതാണ്? 4 കാർബൺ ഉള്ളത് ബ്യൂട്ടൈൻ. അപ്പൊ IUPAC നെയിം എന്താണ്? 2,2 ഡൈബ്രോമോ ബ്യൂട്ടൈൻ എന്നാണ്. അടുത്ത നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ആ ടേബിളില് IUPAC നെയിം തന്നു, എന്നിട്ട് അതിന്റെ സ്ട്രക്ചർ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അത് 2,3 ഡൈക്ലോറോ ബ്യൂട്ടൈൻ എന്നാണ് അവർ തന്നിരിക്കുന്ന IUPAC നെയിം. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഇതിലെ വേർഡ് റൂട്ട് നോക്കുക. പദമൂലം ബ്യൂട്ടാണ്. അപ്പൊ 4 കാർബൺ വരയ്ക്കുക, അതിന് നമ്പറും കൊടുക്കുക. അതിനുശേഷം 2,3 ഡൈക്ലോറോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 2ലും 3ലും, അപ്പൊ അതായത് സെക്കൻഡ് കാർബണിലും തേർഡ് കാർബണിലും ക്ലോറിനെ ലിങ്ക് ചെയ്യുക. അതിനുശേഷം ബാക്കിയുള്ളിടത്തൊക്കെ കാർബണിന് 4 വാലൻസി വരത്തൊക്കെ വണ്ണം ഹൈഡ്രജനെ ചേർക്കുക. ഈ കാർബൺ എത്ര വരും? 3 ഹൈഡ്രജൻ വരും. ഈ കാർബണിന് 3 വാലൻസി ഉണ്ട്, 1 ഹൈഡ്രജൻ. CH, താഴേക്ക് Cl, ഇവിടെയും CH, ഇവിടെ CH3. ഇങ്ങനെയാണ് അതിന്റെ ഘടന വരുന്നത്. അടുത്തൊരു കോമ്പൗണ്ട് നിങ്ങൾക്ക് കോമ്പൗണ്ട് വന്നിട്ടുണ്ട്, അതിന്റെ പേര് എഴുതാനാണ്. CH3 CH, താഴേക്ക് F, ഫ്ലൂറിൻ ആണ്, റൈറ്റിലേക്ക് CH3. നമ്മൾ ഇടത്തുനിന്ന് ആയാലും വലത്തുനിന്ന് ആയാലും നമ്പർ ചെയ്യുമ്പോൾ സെക്കൻഡ് കാർബണിലാണ് ഫ്ലൂറിൻ വരുന്നത്. അതുകൊണ്ട് 2 ഹൈഫൻ ഫ്ലൂറോ, 3 കാർബൺ വരുന്ന ആൽക്കൈൻ പ്രൊപ്പൈൻ. 2 ഫ്ലൂറോ പ്രൊപ്പൈൻ എന്നാണ് ഇതിന്റെ IUPAC നെയിം. 2ാമത്തെ കാർബണിൽ ഫ്ലൂറിൻ, 3 കാർബണുള്ള ആൽക്കൈൻ പ്രൊപ്പൈൻ, 2 ഫ്ലോറോ പ്രൊപ്പൈൻ. ഇനി അടുത്തത് CH3 CH2 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 I. അപ്പൊ ഇത്രയും വലിയൊരു ചെയിനിൽ ഒരു ഹൈഡ്രജനെ മാറ്റിയിട്ട് അയഡിൻ ആണ് ചേർത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അയഡിൻ വന്ന കാർബണിൽ ലീസ്റ്റ് നമ്പർ വരത്തക്കാണ് നമ്പർ ചെയ്തു, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക്. എന്നിട്ട് നേരത്തെ ഈ ഇക്വേഷൻ അനുസരിച്ചിട്ട് പേര് കൊടുക്കാം. അയഡിൻ വന്നിരിക്കുന്ന കാർബൺ ഫസ്റ്റ് കാർബൺ ആണ്. അപ്പൊ 1 ഹൈഫൻ അയഡോ എന്ന് എഴുതിയിട്ട് ഇനി 5 കാർബൺ വരുന്ന ആൽക്കൈൻ ഏതാണ്? പെന്റെയിൻ. അപ്പോൾ 1 അയഡോ പെന്റെയിൻ എന്നാണ് ഇതിന്റെ IUPAC നെയിം. അടുത്ത ഫംഗ്ഷൻ ഗ്രൂപ്പ് ആൽക്കോക്സി ഗ്രൂപ്പ് ആണ്. OR. ആർ എന്ന് പറയുന്നത് വേറെ ആർ ഈസ് ആൽക്കൈൽ ഗ്രൂപ്പ്. ആർ എന്ന് പറയുന്നത് ആൽക്കൈൽ ഗ്രൂപ്പ് ആയിരിക്കും. അതായത് മീഥൈൽ, ഈഥൈൽ, പ്രൊപ്പൈൽ, അത് അങ്ങനെ ഏത് വേണമെങ്കിലും വരാം. ഇനി ഈതേഴ്സ് ആർ കോമ്പൗണ്ട്സ് കണ്ടെയ്നിങ് ആൽക്കോക്സി ഗ്രൂപ്പ്. അതായത് ആൽക്കോക്സി ഗ്രൂപ്പ് അടങ്ങിയിട്ടുള്ള കോമ്പൗണ്ട്സിനെ നമ്മൾ ഈഥറുകൾ എന്നാണ് വിളിക്കുന്നത്, ഈഥേഴ്സ് എന്നാണ് വിളിക്കുന്നത്. അതുപോലെ തന്നെ ഓഫ് ദി ആൽക്കൈൽ ഗ്രൂപ്പ്സ് ഓൺ എയ്തർ സൈഡ് ഓഫ് ദി ether linkage, the longer alkyl group is considered as an alkane and shorter as alkoxy group. ഈ ഒരു കോമ്പൗണ്ടിനെ നമ്മൾ പരിഗണിച്ചാൽ അതിന്റെ IUPAC നെയിം ചെയ്യുന്ന സമയത്ത് ഇതാണ് ഈഥർ ലിങ്കേജ് എന്ന് പറയുന്നത്. അതിന്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലുള്ള കാർബൺ ചെയിൻ എടുക്കുക. ലോങ് ചെയിൻ ആയിട്ട് വരുന്നതായിരിക്കും എപ്പോഴും ആൽക്കെയിൻ എന്ന് പറയുമ്പോൾ ഈഥെയിൻ. ഇവിടെ ഇപ്പൊ 2 കാർബണേ ഉള്ളെങ്കിൽ അത് ആൽക്കെയിൻ ആയിട്ട്, അതായത് ഈഥെയിൻ ആയിട്ട് വരുന്നു. ഇവിടെ ഷോർട്ടഡ് ആയിട്ടുള്ള
എന്താണ് ചെയിൻ വരുന്നത് എപ്പോഴും ആൽക്കോക്സി ഗ്രൂപ്പും ആയിരിക്കും, മീഥോക്സി എന്ന് വിളിക്കാം. അപ്പൊ നമുക്കതിനെ എങ്ങനെയാണ് നെയിം ചെയ്യുന്നത് നോക്കാം. അവിടെ ഞാൻ ബോക്സിനുള്ളിൽ കൊടുത്തിട്ടുണ്ട്. അതിനെ ജനറൽ ആയിട്ട് നെയിം ചെയ്യുന്നത് ആൽക്കോക്സി ആൽക്കെയിൻ എന്നാണ്. ആൽക്കോക്സി ആൽക്കെയിൻ. അപ്പോൾ ഒരു എളുപ്പ വഴി പറയാം. ഇതിപ്പോ നമ്മൾ ഒന്നാമത്തെ കോമ്പൗണ്ടിന് എങ്ങനെയാണ് UPSC നെയിം ചെയ്യുന്നത്, പൊസിഷൻ ഒന്നും ഇവിടെ നിങ്ങൾക്ക് പറഞ്ഞിട്ടില്ല. അപ്പൊ പൊസിഷൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ ഓയുടെ, അതായത് ഇത് ഈഥർ ഫംഗ്ഷൻ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ആൽക്കോക്സി ഗ്രൂപ്പിന്റെ ജനറൽ പേരാണ്. അപ്പൊ അതിന്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ആൽക്കൈൽ ഗ്രൂപ്പ് വരുന്നുണ്ട്. R ഗ്രൂപ്പ്, ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് പറയും രണ്ടിന്, അങ്ങനെ വരുന്നുണ്ട്. അതിൽ ഏറ്റവും ചെറിയ ചെയിനോട് വേണം ഈ ഓക്സിജൻ ചേർത്ത് വിളിക്കാനായിട്ട്. അപ്പോൾ ഇവിടെ മീഥേന്റെ, അതായത് ഒരു കാർബൺ വരുന്ന ആൽക്കൈൽ മീഥേൻ ആണല്ലോ, അതിനോട് ഓക്സിജൻ ചേരുമ്പോൾ മീഥോക്സി, അതായത് ആൽക്കോക്സി. ഇവിടെ നമ്മൾ എഴുതിയിട്ടുണ്ട് മീഥോക്സി. ഇനി ലോങ്സ്റ്റ് ചെയിൻ വരുന്നത് CH2CH3 ഓക്സിജന്റെ അടുത്ത റൈറ്റ് സൈഡിൽ. അപ്പോൾ 2 കാർബൺ വരുന്ന ആൽക്കൈൻ ഏതാണ്? ഈഥെയിൻ. അപ്പൊ ഇതിനെ UPSC നെയിം ചെയ്യുമ്പോൾ മീഥോക്സി ഈഥെയിൻ എന്നാണ് പേര്. ഇനി ബി ക്വസ്റ്റ്യന് CH3OCH3 എന്നാണ്. അപ്പോൾ ഈ ആൽക്കോക്സിയുടെ ഫംഗ്ഷൻ ഗ്രൂപ്പ് O വരുന്നത് നടുക്കായിരിക്കും. അപ്പൊ ഇനി ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും നമുക്ക് നോക്കുമ്പോൾ ഒരേപോലെ ആൽക്കൈൽ ഗ്രൂപ്പാണ്. അതുകൊണ്ട് എങ്ങനെ വേണമെങ്കിലും നമുക്ക് വിളിക്കാം. ഇവിടുന്ന് അങ്ങോട്ട് ചേർത്തായാലും വിളിക്കാം, ഇവിടുന്ന് ഇങ്ങോട്ട് ചേർത്തായാലും വിളിക്കാം. അപ്പൊ മീഥോക്സി, പിന്നെ ഒരു കാർബൺ വരുന്ന ആൽക്കൈൻ ഏതാണ്? മീഥെയിൻ. അടുത്ത കോമ്പൗണ്ട് CH3CH2CH2OCH3. ഇതില് ഓക്സിജന് ഏറ്റവും ഷോർട്ടസ്റ്റ് ചെയിൻ വരുന്നത് എവിടേക്കാന്ന് നോക്കുക, റൈറ്റ് സൈഡിലാണ്. ഒരു കാർബൺ വരുന്ന ചെയിനേ ഉള്ളൂ, അതിനോട് ചേർത്ത് ആൽക്കോക്സി എന്ന് പറയാം. അപ്പൊ ഒരു കാർബൺ വരുന്നു, ഓക്സിജനും ചേരുന്നു, അപ്പൊ മീഥോക്സി. ഒരു കാർബൺ വരുന്ന ആൽക്കൈൻ മീഥേൻ അല്ലേ, മീഥേന്റെ കൂടെ ഓക്സിജനൂടെ ചേർത്ത് എന്ത് വരുന്നു? മീഥോക്സി. അടുത്ത ഇവിടെ നോക്കിയേ, ഒരു ലോങ് ചെയിൻ ആണ് വരുന്നത്, അതിന്റെ 3 കാർബൺ ഉണ്ട്, അതുകൊണ്ട് അതിന്റെ പേര് പ്രൊപ്പെയിൻ. അപ്പൊ മീഥോക്സി പ്രൊപ്പെയിൻ എന്നാണ് ഇതിന്റെ UPSC നെയിം വരുന്നത്. അപ്പൊ ആൽക്കോക്സി ഗ്രൂപ്പിന്റെ ജനറൽ ഫോർമുല വരുന്നത് ആൽക്കോക്സി ആൽക്കെയിൻ എന്ന രീതിയിലായിരിക്കും നിങ്ങൾ നെയിം ചെയ്യേണ്ടത്. അടുത്ത കോമ്പൗണ്ട് ആരോമാറ്റിക് കോമ്പൗണ്ട് ആണ്. ആരോമാറ്റിക് സംയുക്തങ്ങൾ നിങ്ങൾ 9th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുള്ളതാണ്. കത്തുമ്പോൾ കറുത്ത പുക വരുന്നതാണ് ആരോമാറ്റിക്. ആരോമാറ്റിക് കോമ്പൗണ്ട്സ് എന്ന് അതിനെ പറയുന്നത് ക്ലോസ്ഡ് ചെയിൻ ആയിരിക്കും. അതുപോലെ തന്നെ ഇടവിട്ടുള്ള കാർബണിന് 2 കാർബണിന്റെ ഇടയിൽ എന്താണ് ദ്വിബന്ധനം, ഡബിൾ ബോണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇതിനെ നിങ്ങൾക്ക് ആദ്യ സ്ട്രക്ചർ 9ലും പഠിച്ചിട്ടുള്ള ഇതേപോലെ തന്നെ ഈ രീതിയിൽ ഒരു കോമ്പൗണ്ടിന് എഴുതാം, അല്ലെങ്കിൽ അതിന്റെ എന്താണ് സിയും എച്ചും കാർബൺ ഹൈഡ്രജനും എഴുതാത്ത രീതിയിലും തന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ തന്മാത്രാ സൂത്രം നമുക്ക് നോക്കാം. മോളിക്കുലർ ഫോർമുല എത്ര കാർബൺ ഉണ്ടെന്ന് നോക്കി. ഇവിടെ നോക്കുമ്പോൾ 6 കാർബൺ ഉണ്ട്. എണ്ണി നോക്കുമ്പോൾ ഓരോ കാർബണിലും ഓരോ ഹൈഡ്രജൻ വീതവുമാണ്. അപ്പോൾ 6 ഹൈഡ്രജനും 6 കാർബൺ. അപ്പോൾ തന്മാത്രാ സൂത്രം മോളിക്കുലർ ഫോർമുല C6H6 ആണ്. ഇനി ഇവിടെ നോക്കുമ്പോൾ ഓരോ കാർബൺ നിങ്ങൾക്ക് 4 വാലൻസിയും സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ട് നോക്കിക്കോണം. ഓർ ഇങ്ങനെയും തന്നിട്ടുണ്ട്. ഈ ഡബിൾ ബോണ്ട് തന്നെയാണ് ഈ സൈഡിൽ ഇട്ടേക്കുന്നത്, ഈ ഡബിൾ ബോണ്ട് റൈറ്റ് സൈഡിൽ, ഈ ഡബിൾ ബോണ്ട് ലെഫ്റ്റ് സൈഡിൽ. അപ്പൊ കാർബണും ഹൈഡ്രജനും ഇങ്ങനെ ഇവിടെ ജോയിൻ ചെയ്ത് ഇങ്ങനെ വരച്ചാൽ അവിടെ ഓൾറെഡി ഉണ്ടെന്ന് മനസ്സിലാക്കണം. അപ്പൊ ഈ 2 രീതിയിൽ നമ്മുടെ കോമ്പൗണ്ടിനെ എഴുതാൻ പറ്റും. അപ്പൊ ഇതൊരു ആരോമാറ്റിക് സംയുക്ത, ആരോമാറ്റിക് കോമ്പൗണ്ട് ആണ്. മോളിക്കുലർ ഫോർമുല ഓഫ് ബെൻസീൻ C6H6. ആ പേര് പറയുന്നത് എന്താണ്? ബെൻസീൻ എന്നാണ്. BENZENE ആണ് കേട്ടോ. അപ്പൊ പേര് ബെൻസീൻ ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ബെൻസീനെ പറ്റി പഠിച്ചിരിക്കണം. അടുത്തായിട്ടൊരു 2 സ്ട്രക്ചർ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതിൽ അതായത് ഇത് ബെൻസീൻ ആണെന്ന് നിങ്ങൾക്ക് അറിയാം. ബെൻസീൻ റിംഗ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോ C6H6 ആണ് അതിന്റെ തന്മാത്രാ സൂത്രം, മോളിക്കുലർ ഫോർമുല എന്ന് നിങ്ങൾക്ക് അറിയാം. അതിൽ ഈ മുകളിലത്തെ ഒരു ഹൈഡ്രജൻ മാറ്റിയിട്ട് പകരം ഒരു ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്, അതായത് ഒരു ഫംഗ്ഷണൽ ഗ്രൂപ്പ് OH കൊടുത്തിട്ടുണ്ട്, ആൽക്കഹോളിന്റെ OH കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ റിംഗിന്റെ മുകളിൽ ഇങ്ങനെ OH എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഗ്രൂപ്പ് വരികയാണെങ്കിൽ അതിന്റെ പേര് ഫീനോൾ എന്നാണ്. നെയിം ഒക്കെ പഠിച്ചു വെക്കണം, ഇത് വരയ്ക്കാനൊക്കെ ചോദിക്കാം. അതിന്റെ മോളിക്കുലർ ഫോർമുല ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് C6H5. ശരിക്കും C6H6 ബെൻസീൻ ആണ്. ഇവിടുന്ന് ഒരു ഹൈഡ്രജൻ പോയപ്പോൾ അത് C6H5 ആയി. പിന്നെ ഹൈഫൻ ഇട്ട്, അതായത് ബോണ്ട് വരച്ചതിന് ശേഷം ഈ OH കൂടെ എഴുതുക. ഇതാണ് അതിന്റെ മോളിക്കുലർ ഫോർമുല. വേറെ ഒരെണ്ണം റിംഗിന്റെ മുകളിൽ ഒരു ഹൈഡ്രജനെ മാറ്റിയിട്ട് അടുത്ത കാർബോക്സിലിക് ഗ്രൂപ്പ് ചേർത്തു, COOH എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഗ്രൂപ്പ് ചേർത്തു. അപ്പോൾ അതിന്റെ പേരാണ് ബെൻസോയിക് ആസിഡ്. അതിന്റെ മോളിക്കുലർ ഫോർമുല C6H5, ഒരു ഹൈഡ്രജൻ മാറ്റിയിട്ട് ആ സ്ഥാനത്ത് COH എന്ന് ചേർത്തു. അപ്പൊ C6H5COH എന്നുള്ളതാണ് അതിന്റെ മോളിക്കുലർ ഫോർമുല, തന്മാത്രാ സൂത്രം. അടുത്ത് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഐസോമെറിസം എന്ന് പറയുന്ന ഒരു ഫിനോമിനൻ ആണ്. ഇവിടെ ഒരു 4 കോമ്പൗണ്ടിനെ തന്നിട്ടുണ്ട് നോക്കുക. CH3CH താഴേക്ക് Cl, ഇവിടെ CH3CH2CH2OH, ഇവിടെ CH3CH2OH, ഇവിടെ ലാസ്റ്റ് വൺ CH3CH2CH2Cl. ഇതിന്റെ എല്ലാം മോളിക്കുലർ ഫോർമുല ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കുക. തന്മാത്രാ സൂത്രം എന്നുള്ളതാണ് മോളിക്കുലർ ഫോർമുല. അപ്പൊ ഇവിടെ എല്ലാം ഞാൻ MF എന്നാണ് എഴുതിയിരിക്കുന്നത്, മോളിക്കുലർ ഫോർമുല എന്ന് ഓർത്തോണം. ഇവിടെ കാർബൺ ആകെ മോളിക്കുലർ ഫോർമുല എഴുതുന്നത് എങ്ങനെയാ? കാർബണിന്റെ ഹൈഡ്രജന്റെ പിന്നെ ആരൊക്കെ ഉണ്ടോ അതിന്റെ എണ്ണമാണ് മോളിക്കുലർ ഫോർമുല ആയിട്ട് വരുന്നത്. ഇവിടെ 3 കാർബൺ, അപ്പൊ C3 എന്ന് എഴുതി. 3 3 6 1 7 ഹൈഡ്രജൻ H7, ഒരു ക്ലോറിൻ. അപ്പൊ C3H7Cl എന്നുള്ളതാണ് അതിന്റെ മോളിക്കുലർ ഫോർമുല, തന്മാത്രാ സൂത്രം. അടുത്തതിന്റെ മോളിക്കുലർ ഫോർമുല 3 കാർബൺ C3, 3 2 5 2 7 1 8 ഹൈഡ്രജൻ, ഒരു ഓക്സിജൻ. അടുത്തതിന്റെ മോളിക്കുലർ ഫോർമുല C2H6O ആണ്. അടുത്ത ലാസ്റ്റ് വണ്ണിന്റെ മോളിക്കുലർ ഫോർമുല C3H7Cl ആണ്. അപ്പൊ ഇത്രയും മോളിക്കുലർ ഫോർമുല 4 എണ്ണം നിങ്ങൾ നോക്കിയിട്ട് ഇതിൽ ഒരേപോലെ വരുന്നത് ഏതൊക്കെയാന്ന് നോക്കണം. ഒരേപോലെ ഇവിടെ ആണെങ്കിൽ 3 ഹൈഡ്രജൻ, ഇവിടെ 2 ഹൈഡ്രജനേ ഉള്ളൂ. അപ്പൊ ഇവിടെ ഇത് രണ്ടും ഇതിൽ വരുന്നതല്ല, ഒരുപോലെ വരുന്നതല്ല. ഇത് രണ്ടും ഒരേപോലെ ആയി നമുക്ക് നോക്കാം. C3H7Cl രണ്ടിനും ഒരേ മോളിക്കുലർ ഫോർമുലയാണ്. ഇങ്ങനെ ഒരേ മോളിക്കുലർ ഫോർമുലയും എന്നാൽ വ്യത്യസ്ത ഘടനയുള്ളവതുമായിട്ടുള്ള കോമ്പൗണ്ടിനെ വിളിക്കുന്ന പേരാണ് ഐസോമറുകൾ. ആ ഫിനോമിന, ആ പ്രതിഭാസത്തെ വിളിക്കുന്ന പേരാണ് ഐസോമെറിസം.
The compounds having same molecular formula but differ in the structure or physical and chemical properties are known as the isomers. This phenomenon is known as isomerism. അപ്പൊ ഇങ്ങനെ വരുന്ന ഇതിന്റെ രാസഭൗതിക ഗുണങ്ങളെല്ലാം വ്യത്യാസമായിരിക്കും. അതുകൊണ്ട് ഇതിനെ നമ്മൾ ഐസോമേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ എയും ഡിയും ഐസോമേഴ്സ് എന്ന് പറയും. ആ ഫിനോമിനെ വിളിക്കുന്ന പ്രതിഭാസത്തെ വിളിക്കുന്ന പേരാണ് ഐസോമെറിസം. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ഐസോമേഴ്സ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എ ആൻഡ് ഡി ആർ ഐസോമേഴ്സ് എന്ന് പറയണം. കാരണം അതിനെന്താ റീസൺ എന്താന്ന് ചോദിച്ചാൽ എന്താ, സെയിം മോളിക്കുലർ ഫോമുലയാണ് ബട്ട് ഡിഫർ ഇൻ ദി സ്ട്രക്ചർ ഓഫ് കാർബൺ കോമ്പൗണ്ട്. കാർബൺ കോമ്പൗണ്ടിന്റെ സ്ട്രക്ചറിൽ വ്യത്യാസമുണ്ട്. അപ്പൊ അതിന്റെ IUPAC നെയിം നമുക്കൊന്ന് എഴുതി നോക്കാം. എ എന്ന് പറയുന്ന ഐസോമറിനെ ഇവിടെ എഴുതി. 2 ക്ലോറോ, രണ്ടാമത്തെ കാർബണിലാണ് ക്ലോറിൻ വരുന്നത്. അപ്പൊ 2 ക്ലോറോ 3 കാർബൺ വരുന്ന ആൽക്കെയിൻ പ്രൊപ്പെയിൻ, 2 ക്ലോറോ പ്രൊപ്പെയിൻ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ എന്തായിരിക്കും, 1 ക്ലോറോ പ്രൊപ്പൈൻ ആയിരിക്കും ഇതിന്റെ IUPAC നെയിം. ഇത് രണ്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇത് നോക്കിയാൽ ഈ രണ്ട് എയുടെയും ഡിയുടെയും എന്തിലാ വ്യത്യാസം, പൊസിഷനിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ബാക്കി എന്താ, പൊസിഷനിൽ മാത്രം വ്യത്യാസം എന്ന് പറഞ്ഞാൽ ആരുടെ പൊസിഷനില്ല, ക്ലോറിന്റെ പൊസിഷനിലാണ് ഇവിടെ വ്യത്യാസം വരുന്നത്. പേരിലും വ്യത്യാസം വരുന്നുണ്ട്. 1 ക്ലോറോ 2 ക്ലോറോ പ്രൊപ്പൈനും 1 ക്ലോറോ പ്രൊപ്പൈനുമാണ്. ഇതിന്റെ ഫിസിക്കൽ കെമിക്കൽ പ്രോപ്പർട്ടീസ്, രാസഭൗതിക ഗുണങ്ങളിലെല്ലാം വ്യത്യാസവും ഉണ്ട്. അപ്പൊ ഇങ്ങനെ വരുന്നവരെയാണ് നമ്മൾ ഐസോമേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഐസോമേഴ്സ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒന്നാമത്തത് ചെയിൻ ഐസോമറിസം ആണ് വരുന്നത്, അതായത് ചെയിൻ ഐസോമേഴ്സ്. അതിന്റെ ആ ഫിനോമിനാണ് ചെയിൻ ഐസോമറിസം. ഇവിടെ 2 കോമ്പൗണ്ടിനെ ഞാൻ എഴുതിയിട്ടുണ്ട്, CH3 CH2 CH2 CH3. ഇതിന്റെ മോളിക്കുലർ ഫോമുല എഴുതി വെച്ചിട്ടുണ്ട്. 4 കാർബൺ ആണ് ഇവിടെ ഉള്ളത്, 10 ഹൈഡ്രജനും ഉണ്ട്. അപ്പൊ ഇതിനെ നേരെ ഒരു IUPAC നെയിം വിളിച്ചാൽ അല്ലെങ്കിൽ 4 കാർബണുള്ള ആൽക്കൈൻ ഏതാണ്, ബ്യൂട്ടൈൻ ആണ്. അതിന്റെ പേരും തന്മാത്രാ സൂത്രവും ഇവിടെ എഴുതിയിട്ടുണ്ട്, മോളിക്കുലർ ഫോമുലയും. അടുത്ത കോമ്പൗണ്ട് നോക്കിയേ, ഇങ്ങനെ CH3 CH താഴേക്ക് CH3 റൈറ്റിലേക്ക് CH3. മോളിക്കുലർ ഫോമുല C4H10 തന്നെയാണ്. 4 കാർബണും 10 ഹൈഡ്രജനും. പക്ഷെ അതിന്റെ പേര് വരുന്നത് എന്താണ്, 2 സെക്കൻഡ് കാർബണിൽ മീഥൈൽ ഗ്രൂപ്പ് ആണ്. 2 മീഥൈൽ പ്രൊപ്പൈൻ എന്നാണ് പേര് വരുന്നത്, 2 മീഥൈൽ പ്രൊപ്പൈൻ. പക്ഷെ ഇവരെ രണ്ടുപേരെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ രണ്ടുപേരുടെയും മോളിക്കുലർ ഫോമുല സെയിം ആണ്, C4H10 തന്നെയാണ്. പക്ഷെ അതിന്റെ എന്തിലാണ് വ്യത്യാസം, സ്ട്രക്ചർ, ഘടനയിൽ വ്യത്യാസം വരുന്നുണ്ട്. അതുകൊണ്ട് ഇതിനെ നമ്മൾ എന്ത് വിളിക്കും, ഐസോമേഴ്സ് എന്ന് വിളിക്കും. പിന്നെ എങ്ങനെയാണ് ഇതിനെ ചെയിൻ, കാർബണിന്റെ ചെയിനിലാണ് വ്യത്യാസം വരുന്നത്. അതുകൊണ്ട് ഇതിനെ എന്താണ്, ചെയിൻ ഐസോമേഴ്സ് എന്ന് പറയും. ദ കോമ്പൗണ്ട്സ് ഹാവിംഗ് സെയിം മോളിക്കുലർ ഫോമുല ബട്ട് ഡിഫർ ഇൻ ദി കാർബൺ ചെയിൻ is known as chain isomers. That phenomenon is known as chain isomerism. മോളിക്കുലർ ഫോമുല സെയിം ആണ്, പക്ഷെ കാർബണിന്റെ ചെയിനിൽ വ്യത്യാസം വരുന്നതിനാൽ ഇതിനെ ചെയിൻ ഐസോമറുകൾ എന്ന് പറയുന്നു. ഈ പ്രതിഭാസമാണ് ചെയിൻ ഐസോമറിസം. ഇതിന് എക്സാമ്പിൾ നമുക്ക് ഇത് എഴുതാവുന്നതാണ്. ബ്യൂട്ടൈനും 2 മീഥൈൽ പ്രൊപ്പൈനും രണ്ടിന്റെ അതായത് രാസഗുണ ഭൗതിക ഗുണങ്ങൾ ഇതൊക്കെ വ്യത്യാസവുമായിരിക്കും. അടുത്ത നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള ഒരു ചോദ്യമാണ്, വാട്ട് ആർ ദി ചെയിൻ ഐസോമേഴ്സ് ഓഫ് പെൻഡെയിൻ. പെൻഡെയിനിന്റെ ചെയിൻ ഐസോമേഴ്സ് എല്ലാം ഏതൊക്കെയാണ്, അതൊക്കെ എഴുതാനായിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, നമ്മുടെ ആൽക്കൈന ഓർഗാനിക്കിന്റെ ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ പഠിച്ചു. മീഥേൻ, ഈഥേൻ, പ്രൊപ്പൈൻ, ബ്യൂട്ടൈൻ, പെൻഡെയിൻ. C5H12 ആണ് അതിൽ വരുന്നത്. ആ ഒരു സീരീസ് എടുത്ത്, ഹോമോലോഗ് സീരീസ് എടുത്ത് നോക്കാമെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പൊ നമുക്ക് ഇതിന്റെ ഐസോമേഴ്സിനെ ഒന്ന് എഴുതാൻ നോക്കാം. അപ്പൊ C5H12 മാത്രമേ മോളിക്കുലർ ഫോമുല തന്മാത്രാ സൂത്രം വരാൻ പാടുള്ളൂ. പക്ഷേ സ്ട്രക്ചർ ഒക്കെ വ്യത്യസ്തമായിരിക്കണം, ഘടനയൊക്കെ വ്യത്യാസമായിരിക്കണം. ആദ്യം ഞാൻ എന്ത് ചെയ്തു, 5 കാർബൺ നേരെ ഇട്ടിട്ട് അതിലെല്ലാം ഹൈഡ്രജനെ കൊടുത്തു. അപ്പോൾ അതെല്ലാം എണ്ണി നോക്കുമ്പോൾ ഇതേ മോളിക്കുലർ ഫോമുല വന്നു, C5H12. തന്മാത്രാ സൂത്രം സെയിം ആണ്, പേര് പെൻഡെയിൻ എന്ന് എഴുതി. ഇനി അടുത്തതിൽ ഞാൻ ചെയ്തത് 4 കാർബണിനെ നിരത്തി എഴുതിയതിനു ശേഷം നടുക്കുള്ള ഏതെങ്കിലും 2 കാർബണിലേക്ക് ഒരു CH3യെ ആഡ് ചെയ്തു, ഒരു CH3. എന്നിട്ട് ബാക്കിയുള്ളിടത്തെല്ലാം ഹൈഡ്രജൻ ഫില്ല് ചെയ്ത് എഴുതിയിരിക്കുന്നതാണിത്. അപ്പൊ നോക്കിക്കേ, ഇവിടെ സെക്കൻഡ് കാർബണിലാണ് CH3 വന്നത്. ഇവിടെ മോളിക്കുലർ ഫോമുല നോക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് വരുന്നു, 5 കാർബണും 12 ഹൈഡ്രജനും ഉണ്ട്. ഇനി ഇതിനെ IUPAC നെയിം ചെയ്ത 2ലാണ് മീഥൈൽ ഗ്രൂപ്പ്, 2 മീഥൈൽ ബ്യൂട്ടൈൻ എന്നാ വരുന്നത്. ബ്യൂട്ടൈൻ, ബാക്കി ഈ മീഥൈൽ ഗ്രൂപ്പ് പോയി കഴിഞ്ഞാൽ പിന്നെ 4 കാർബണേ ഉള്ളൂ. ബ്യൂട്ടൈൻ, 2 മീഥൈൽ ബ്യൂട്ടൈൻ. മോളിക്കുലർ ഫോമുല സെയിം ആണ്, C5H12 തന്നെയാണ്. ഇനി അടുത്തൊരു ഐസോമർ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ ആദ്യം 5 എഴുതി, പിന്നെ 4 എണ്ണം നിരത്തി എഴുതി. ഇനി 3 കാർബൺ നേരെ എഴുതിയിട്ട് നടുക്കത്തെ കാർബണിലേക്ക് 2 ബ്രാഞ്ച് CH3 ഫംഗ്ഷണൽ ഗ്രൂപ്പ് കൊടുത്തു, 2 ശാഖയായിട്ട്. എന്നിട്ട് അവിടെ ഏറ്റവും ലെഫ്റ്റിലും റൈറ്റിലും എന്ത് ചെയ്തു, ഹൈഡ്രജനെ ആഡ് ചെയ്തു. നടുക്കത്തെ കാർബണിന് ഹൈഡ്രജനെ ആവശ്യമില്ല, 4 വാലൻസി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, ഇവിടെ കാർബണിന്റെ ഹൈഡ്രജന്റെ എണ്ണം മുകളിലത്തേന് സെയിം തന്നെയാണ്, C5H12 തന്നെയാണ് വരുന്നത്. 3 3 6 3 9 3 12. അപ്പൊ 12 ഹൈഡ്രജൻ തന്നെയുണ്ട്, 5 കാർബണും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ IUPAC നെയിം 2 ഡൈമീഥൈൽ. രണ്ടാമത്തെ കാർബണിൽ 2 മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ 2,2 ഡൈമീഥൈൽ പ്രൊപ്പൈൻ എന്നാണ് അതിന്റെ IUPAC നെയിം. അപ്പോ ഇതാണ് ചെയിൻ ഐസോമേഴ്സ് ഓഫ് പെൻഡെയിൻ. ഇത്രയും പേര് ഏതൊക്കെ, പെൻഡെയിൻ, 2 മീഥൈൽ ബ്യൂട്ടൈൻ, 2 ഡൈമീഥൈൽ പ്രൊപ്പൈൻ ആർ ദ ചെയിൻ ഐസോമേഴ്സ് ഓഫ് പെൻഡെയിൻ. ഈ 3 പേരുമാണ് പെൻഡെയിനിന്റെ ചെയിൻ ഐസോമറുകൾ. സെയിം മോളിക്കുലർ ഫോമുലയാണ്, അതേപോലെ തന്നെ സ്ട്രക്ചർ വ്യത്യാസമാണ്, ഘടന വ്യത്യാസമാണ്, ഡിഫറെന്റ് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ്, ഡിഫറെന്റ് IUPAC നെയിം. അതുകൊണ്ടൊക്കെ ഇവരെ എന്താ വിളിക്കുക നമ്മൾ, ഐസോമേഴ്സ്. ദിസ് ഫിനോമിനൻ ഈസ് നോൺ ആസ് ഐസോമറിസം, ചെയിൻ ഐസോമറിസം. ഈ പ്രതിഭാസത്തെ വിളിക്കുന്ന പേരാണ് ചെയിൻ ഐസോമറിസം.